ശരണ്യ, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മളെല്ലാരും തിരക്കിലല്ലേ കൂട്ടുകാരെ. അച്ഛൻ പൈനാപ്പിൾ അരിഞ്ഞോണ്ടിരിക്കാണ്. ഇന്ന് നമുക്ക് എന്താണ് വിശേഷം എന്ന് പറഞ്ഞു കൊടുത്തേ. അതെ അതെ, നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതെ അതെ അതെ. പിന്നെ ശരണ്യ എന്നാണ് ഇപ്പൊ ചെയ്യുന്നത്? മീൻ വറുക്കാനായിട്ട് പെരട്ടി വെക്കുകയാണ്. നമ്മുടെ അമ്മ എന്നാ അടിക്കാണ്? മീൻ കറി വെച്ച്. എന്നാ കറിയാ? ആണോ? അന്ന് അച്ഛനൊന്ന് തിരിഞ്ഞേച്ച ഒന്നാലോ ഒന്ന് നമുക്ക് നമ്മുടെ അമ്മ വെച്ച കേരക്കറി കണ്ട, കേരക്കറി വെച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളി കേരക്കറിയാണ്. കഷ്ണമൊക്കെ കാണണമെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോഴേ കാണാൻ പറ്റും. പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചാൻ വേണ്ടിയാണ്. അതെ, അപ്പൊ നിങ്ങൾ തിറുതി പണി നടക്കട്ടെ. മീനൊക്കെ വെട്ടിയ കാരണം അപ്പൊ മാറിയിട്ടൊക്കെ വാ. കുഞ്ഞിക്കസേരയിലിരുന്ന് അരിഞ്ഞോണ്ടിരിക്കുകയാണോ ശരണ്യ? എന്നാ പയറാ? പയറ് തോരൻ വെക്കാൻ പോണല്ലേ? എന്നാ അത് കൂടി അരിയട്ടെ. ഞാൻ വല്ലതും സഹായിക്കണോ ശരണ്യ? എന്നാ ഞാൻ വെളുത്തുള്ളി പൊളിച്ചു തരാം. അങ്ങനെ പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചി വെച്ചിട്ടുണ്ട്. കണ്ട, നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ശരണ്യ ഇരുന്നത് കപ്പയൊക്കെ കൊത്താൻ തുടങ്ങി അല്ലേ ശരണ്യ? അതെ. അപ്പൊ ഇന്ന് കപ്പയും കൂടി ഉണ്ടല്ലേ? അന്ന് കപ്പയുണ്ട്, ബീഫ് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ തോരനുണ്ട്, മോര് കാച്ചിയുണ്ട്, പപ്പടമുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. ഓ, അത്ര ഐറ്റം ഉണ്ട്. പിന്നെ അപ്പമുണ്ട്. അപ്പൊ എല്ലാ ഐറ്റവും കൂടിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് ചെയ്യട്ടെ അല്ലേ? ഞാനും കൂടി സഹായിച്ചു തരാം. കൂട്ടുകാരെ, കപ്പ കൊത്തിക്കൊണ്ടിരുന്നപ്പോ ശരണ്യ പറഞ്ഞ് ഞാൻ കൊത്തിക്കോളാം. ഞാൻ കൊത്തിയപ്പോ ശരിയായില്ല, വേര് ഇതുപോലെ മാറ്റിക്കൊണ്ട് കൊത്തണമെന്ന്. അപ്പൊ അതേ കണ്ട, വേരൊക്കെ മാറ്റിക്കൊണ്ട് കൊത്തണ കണ്ട, വേര് നിർത്തിക്കൊണ്ട്. ഞാൻ വേര് വരെ അരിഞ്ഞങ്ങോട്ട് ഇട്ട്. അങ്ങനെ ശരണ്യ തന്നെ ആ കാര്യത്തിലും ജയിച്ചു. നല്ല ബീഫും കിട്ടിയിട്ടുണ്ട്, നല്ല ചിക്കനും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനും അമ്മയും കൂടെ ഒന്ന് കറി വെക്കട്ടെ. ഇത് കഴിയിട്ടില്ല, ഇനി കഴുകാൻ പോന്നേ ഉള്ളൂ. അങ്ങനെ അതെ, അപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കടലക്കറിയുണ്ട്. കാരണം ബീഫും ചിക്കനും തന്നെയല്ല, എനിക്കൊക്കെ ഇച്ചിരി ഇഷ്ടമെന്ന് വെച്ചെന്നാൽ കടലക്കറി വേണം അപ്പത്തിൻ്റെ കൂടെ. അപ്പം അത് കാരണം എന്താ, നല്ല സൂപ്പർ കടലക്കറിയും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കപ്പ കഴുകി എടുത്തിട്ടുണ്ട്, ഉപ്പെല്ലാം ഇട്ട് വെച്ച് നമുക്ക് വേവിക്കാൻ അടുപ്പോട്ട് വെക്കാം. അതിനകത്ത് എനിക്ക് സവോള അരിഞ്ഞു തരണം അല്ലേ? അതെ അതെ, ശരണ്യനെ സഹായിക്കണ്ടേ? അരിഞ്ഞത് കണ്ട അമ്മ എവിടം വരെ ആയമ്മ നമ്മുടെ പാചകങ്ങളൊക്കെ? അമ്മയൊക്കെ തിരക്കിലാണല്ലേ? അതെ, ശരണ്യ പിന്നെ ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായിപ്പ അല്ലേ? പിന്നെയും പാചകം. നമ്മൾ മറ്റേ വറുക്കാൻ വെച്ചത് എടുത്ത് വീണ്ടും വറുക്കാൻ പോവുകയാണ് അല്ലേ? നമ്മുടെ ശരണ്യതെ കപ്പയൊക്കെ കുടഞ്ഞിട്ടോണ്ടിരിക്കുകയാണല്ലേ? എന്റെ ഒന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരൻ. അതെ. പിന്നെ അതുകൂടാതെ അതെ, നമ്മുടെ മത്തിയൊക്കെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്ടൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ അതെ, നമ്മുടെ അമ്മ പപ്പടം വറുത്തോണ്ടിരിക്കുകയാണെന്ന് തോന്നണം അല്ലേ അമ്മ? കണ്ട, അതെ പപ്പടമൊക്കെ വറുത്ത് നമ്മുടെ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ബാക്കി എല്ലാം കൂടി കാണിച്ചു തരാം അല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് കാണിക്കാം. അതെ, നമ്മുടെ അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛനും പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്ത്. അതെ അതെ, കണ്ട, അതെ മത്തിയൊക്കെ വറുത്ത് നല്ല ബോക്സിലാക്കി വെച്ചിരിക്കുകയാണല്ലേ? നമ്മുടെ അച്ചിങ്ങ തോരൻ അല്ലേ? അച്ചിങ്ങ പയറ് തോരൻ, പിന്നെ
ചിക്കൻ ബീഫ് കറി കണ്ടാ നമ്മുടെ അടിപൊളി ബീഫ് കറിയാണ് അല്ലേ? നെയ്യാണ് സൂപ്പർ. അടിപൊളി അടിപൊളി. പിന്നെ ഒന്ന് കാണിച്ചു പിന്നെ നമ്മുടെ കേരക്കറി അടിപൊളി കേരക്കറി അല്ലേ? സൂപ്പർ കേരക്കറിയാണ്. ആഹാ. പിന്നെ കപ്പ വേവിച്ച പിന്നെ നമ്മൾക്ക് ഇവിടെ സ്ഥിരം ഉള്ള ഒരു ഐറ്റാണ്. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കപ്പ വേവിച്ചത് തീർന്നില്ല. നമ്മുടെ ചിക്കൻ കറി കണ്ടാ സൂപ്പർ ചിക്കൻ കറിയാണ്. അമ്മ വെച്ച ചിക്കൻ കറി, ശരണ്യ വെച്ച ബീഫ് കറി, അങ്ങനെയൊക്കെയാണ്. പപ്പടക്കുട്ടനും ഉണ്ട് കേട്ടാ, അടിപൊളി പപ്പടം ഉണ്ട് അല്ലേ? നമ്മളെ വിരുന്ന കാര്യം ഇങ്ങോട്ട് എത്തിയാ മതി. ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞ അവരിവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാം. അവരെ കൂടി കാണിച്ചു തരാം. അതെ, വീഡിയോ ചെയ്യുന്നതാണ്. അവരവിടെ എത്തി. പിന്നെ എന്നാണ് അവർക്ക് തണുത്ത വെള്ളം വല്ലതും കലക്കി വെക്കണ്ടേ? നമുക്ക് പൈനാപ്പിൾ ഉണ്ട്, അത് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചതാ? നമുക്ക് അത് എന്നാ വേഗം എടുത്തോ. അങ്ങനെ നമ്മുടെ ബിനിച്ചേട്ടന് കുടുംബം എത്തി. വാ, ഒരാൾ ഇറങ്ങിയിട്ടില്ല. ബിനിച്ചേട്ടനെ തിരക്കി കാത്തു നിൽക്കുകയായിരുന്നു. അതെ, അപ്പൊ അങ്ങനെ ശരണ്യക്ക് ബിരിയാണി ഇറക്കാൻ വേണ്ടി ഐറ്റം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, നിങ്ങളെ കാണുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ സ്നേഹം. ഇതെന്താണ് വിളിച്ചേട്ടാ ഒരു കൈയൊരു പുതിയൊരൈറ്റ്? ഇത് നമ്മുടെ ഓളംകുന്നല റോസമ്മയുടെ പുതിയ സംരംഭമാണ്. ആണല്ലേ? നമുക്ക് പാത്രം കഴുകുകയും ചെയ്യാം, പിന്നെ വാഷിംഗ് ഒഴിച്ചിട്ട് നല്ല സാധനം, അടിപൊളി സാധനം. കുറച്ചെടുത്തിട്ട് പുതിയ സംരംഭം ഐറിസ്. അതെ അതെ. അപ്പൊ പ്രത്യേകം തന്നു വിട്ടതാ. അതെ അതെ. അങ്ങനെ ശരണ്യ അതെ പൈനാപ്പിളൊക്കെ അല്ലെ, പൈനാപ്പിൾ ജ്യൂസൊക്കെ. കൂട്ടുകാരെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ വന്ന വിരുന്നുകാർ ആരൊക്കെയാണെന്ന് പേരൊന്നും പറഞ്ഞില്ല എന്നല്ല. അപ്പൊ അതെ, എല്ലാവരോടും തന്നെ നമുക്ക് കൂട്ടുകാർ നേരിട്ട് ചോദിക്കുക. ഒന്ന് പറഞ്ഞു. ഞാൻ ബിനി വർഗീസ്, ചെറിയ ഒരു ആർട്ടിസ്റ്റാണ്. നല്ലൊരു കലാകാരനാ, ചെറുതല്ല. നമ്മുടെ കോമഡി സ്റ്റാറിലൊക്കെ നല്ല പരിചയമായ ഒരു മുഖം തന്നെ. നമ്മുടെ ജഗദീഷ് ചേട്ടനെ അനുകരിക്കുന്ന അതെ, വിളിച്ചേട്ടനെ അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളല്ലേ? തീർച്ചയായും. അതിനല്ല നമ്മുടെ 24 ചാനലിന്റെ കോർഡിനേറ്റർ കോട്ടയത്തിന്റെ ഒരുപാട് വീടുകളൊക്കെ ഞങ്ങളിപ്പോ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻകാരുടെ അതിന്റെ ചാർജ് എനിക്ക്, അതിന് ചാർജ് ആരും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു സഹായങ്ങളും ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ അതുകൂടാതെ ഒന്ന് ഫാമിലിനെ കൂടി പരിചയപ്പെടുത്തുക. ഇതെന്റെ മകൻ ഷോൺ. ഓക്കെ. അവൻ നമ്മുടെ ഹോളി ഫാമിലി +1 മാറി BSc കെ കോളേജിലാണ്. പേര് കൂടി പറഞ്ഞു. ഇത് അനിത. അനിത എന്ന് പറഞ്ഞാൽ വേറെ പറ്റത്തില്ല. ഇത് ലീലാമ്മ, എന്റെ അമ്മ. നമ്മുടെ ശരണ്യനെ പിന്നെ പരിചയപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കണം നമ്മുടെ ആദിത്യനാണ് കേട്ടാ, നമ്മുടെ ചേട്ടന്റെ മകൻ. നമ്മുടെ അച്ചുകുട്ടിയാണ്. അച്ചുകുട്ടിയിലെ എന്റെ അതെ അതെ. അമ്മനെ കാണിച്ചില്ല ഞാൻ. അതെ. അപ്പൊ വീഡിയോ ഇതിലൊക്കെ പറഞ്ഞെങ്കിലും വീഡിയോ എടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചെന്നാൽ നമ്മുടെ ആദിത്യൻ ആണ്. ഞങ്ങൾ കണ്ണൻ എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മറ്റു വിശേഷത്തിലേക്ക് പോട്ടെ. അതെ അതെ. ആദിത്യനെ കൂടി കാണിച്ചില്ല അല്ലേ? കൂട്ടുകാർ ചോദിക്കുകയല്ലേ നമ്മുടെ ആദിത്യൻ എവിടെയെന്ന്. പിന്നെ അതാ ഇവിടെ വന്ന എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, ശരണ്യനെ TV കാണുമ്പോ വലുതായിട്ട് കാണുന്നു, ഇപ്പൊ തീരെ ചെറുതാണെന്ന്.
അതാണ് ഇത് മതി. ഇങ്ങനെ പോയാൽ മതി. രണ്യ എന്തോ നമ്മുടെ ജഗദീഷ് ചേട്ടനെ കാണണ്ടേ? കാണും ഏ കാണും എന്നാ ബാ പോരി വരാതെ കാണണ്ടേ? കാണും ദേ വാ ഇറങ്ങ്, പുറത്തോട്ടിറങ്ങിയാലേ നമുക്ക് ജഗദീഷ് ചേട്ടനെ കാണാൻ പറ്റും. നമ്മള് കണ്ടു ആയ്, അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മുടെ ബിനുചേട്ടൻ പറയുവാ കണ്ട അല്ലേ, നമ്മുടെ ജഗദീഷ് ചേട്ടൻ നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിൽ നമ്മളെ കാണാൻ വേണ്ടി വന്നു. അതെ അത് മാത്രമല്ല ഞങ്ങൾ ഇപ്പൊ ചെറിയ റീലൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും കാണാം. ഇപ്പൊ റീൽ ഉടനെ തന്നെ ഞങ്ങളുടെ റീൽ കാണാം അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മുടെ പാചകക്കാരി ശരണയ്ക്ക് ഈ ബിരിയാണി ഒരു നല്ല ഒരു ദം ബിരിയാണി വെക്കണം കേട്ടോ. ഇതുകൊണ്ട് കേട്ടോ. അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പാഞ്ഞു വരും. എന്നാ ബിരിയാണിയാണ് വെക്കണം, അതുകൂടി ഒന്ന് പറഞ്ഞു. ബീഫോ ചിക്കനോ? ഇപ്പൊ ചിക്കനും അതെ ബീഫ് വെക്കും. ബീഫ് വെച്ചാൽ ശനിയൊക്കെ ബീഫാണ് ഇഷ്ടം. അതാ ഇപ്പൊ കുട്ടികളെ നമ്മളെ വിരുന്നുകാർ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ്. അതെ. അപ്പൊ ഇവിടെ വന്നിട്ട് നേരം പോയ പോലും അറിഞ്ഞില്ലല്ലേ. ഒരു നല്ല രസമായിരുന്നു. വന്നപ്പം തന്നെ നമ്മുടെ ശരണ്യയുടെ കയ്യിലുണ്ടാക്കിയ ഒന്നാന്തരം ബീഫ് കറി. ഞാനാണെങ്കിൽ ഇത്രയും ചോറെടുത്ത് ആദ്യം എന്ന് പറയും. രണ്ടാമത് ഞാൻ ഈ ബീഫ് കറി രുചി കൊണ്ട് ഒരു 4 പ്രാവശ്യം കഴിച്ചു. അതിനുശേഷം ഒരു മീൻകറിയും കപ്പയും അമ്മയുടെ, അതും പക്കാ സാധനം. എന്നോട് പറഞ്ഞ് അപ്പം കഴിച്ചിട്ട് പോലെ ഞാൻ എന്റെ അമ്മയോ വയറിന് ഒരു രക്ഷയില്ല, അപ്പം ഒരെണ്ണം മതിയെന്ന് പറഞ്ഞ് 4 അപ്പം കഴിച്ചു. സൂപ്പർ അപ്പം, അടിപൊളി കടലക്കറി, എല്ലാം സൂപ്പർ സൂപ്പർ. ഇഷ്ടപ്പെട്ടു, അടിപൊളി. ശരണ്യയുടെ പാചകം ഞാൻ ഓർത്ത് ചുമ്മാ പറയുന്നതായിരിക്കും നല്ല സംഭവം. കഴിച്ചപ്പോഴാണ് മനസ്സിലായത് സൂപ്പറാണ്. പ്രത്യേകം അപ്പൊ എല്ലാവർക്കും അതുപോലെ തന്നെയല്ലേ? അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അത് പറയുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സ് നിറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി. സൂപ്പർ, പറയാതിരിക്കാൻ പറ്റുന്നത്. അതെ. പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താണ് ഇഷ്ടപ്പെട്ട്? പിന്നെ നമ്മളെ യൂട്യൂബിലൂടെ നമ്മളെ കണ്ടു, അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അവരിവിടെ നമ്മളെ കാണാൻ ഇവിടെ എത്തി. അവർക്ക് പ്രത്യേക ഒരു അതെ നമ്മുടെ കുടുംബ അംഗമായി മാറി. അതെ നമ്മുടെ കുടുംബ അംഗമായി മാറി. ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്യും, അതെ മെസ്സേജുകൾ അയക്കും. അതെ അതെ. എന്നാലും അങ്ങനെ തന്നെ എന്നും മുന്നോട്ട് പോട്ടെ. അതെ. അപ്പൊ അങ്ങനെ സത്യം പറയല്ല, ഇന്നത്തെ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെ ആയി മാറി. വേറെ കാര്യമുണ്ട്, ഇവരെങ്ങും പോയി കഴിയുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതെ ശരിയാ ഉണ്ടാവും. അത് പറഞ്ഞാൽ തീരത്തില്ല. ആണാണ്. പിന്നെ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ശരണ്യക്ക് വീഡിയോയിൽ കാണുന്ന ഹൈറ്റ്. ശരണ്യക്ക് നമ്മൾക്ക് നല്ല വണ്ണമൊക്കെ. ശരണ്യക്ക് നല്ല നേരിട്ട് കാണുമ്പോൾ ശരണ്യ ക്യൂട്ടാ. ഹൈറ്റ് ഒക്കെ കുറവാണ്, വണ്ണം കുറവാണ് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആഹാരത്തേക്ക് ഇവിടുത്തെ സ്നേഹമാണ്. എല്ലാവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും എല്ലാവരുടെയും സ്നേഹമായി. ഒരുപാട് സന്തോഷം. സ്നേഹം മാത്രം നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതുപോലെ കണ്ണപ്പനും ഞങ്ങളുടെ അച്ചുകുട്ടി നല്ലൊരു ഡയറക്ടറാണ്, എനിക്ക് ഇന്ന് മനസ്സിലായി. അതെ അതെ. നമ്മുടെ ഷോർട്സ് ഉടനെ തന്നെ ഇടുന്നതാണ്. നാളെ തന്നെ ഷോർട്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ സഹകരിക്കണം അല്ലേ? അതെ. അപ്പൊ നമ്മുടെ കണ്ണപ്പനെ കാണിച്ചില്ല. ഇനി അതെ നമ്മുടെ കണ്ണപ്പൻ ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ പോയി. എനിക്ക് തോന്നുന്ന അപ്പം കഴിക്കാൻ പോയെന്ന് തോന്നണം അല്ലേ? അതെ അതെ. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ. അപ്പൊ ചെറുതെന്ന് പറയാൻ പറ്റിയല്ല, ഏറ്റവും വലിയൊരു വീഡിയോ എന്ന് തന്നെ പറയാം അല്ലേ? അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.